ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ആർ രാജേന്ദ്രൻ. അദ്ദേഹം കേരള പോലീസിലെ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. 1984 ഇന്ത്യൻ ബോർഡ് ഓഫ് ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട് എക്സാമിനേഷനിൽ റാങ്ക് വാങ്ങിച്ച് ജയിച്ച ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷമാണ് അദ്ദേഹം കേരള പോലീസിലേക്ക് വന്നത്. ഈ ഫിംഗർ പ്രിൻ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ക്രൈം ലൊക്കേഷൻസ്, കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലം, അത്തരം 5000 സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. 250 കേസുകളിൽ കുറ്റവാളികളെ കണ്ടെത്താൻ ഫിംഗർ പ്രിൻ്റ് നോക്കി കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ കോടതിയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 300 കേസുകളിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്, കോടതിയിലെത്തി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 26 വർഷത്തെ സേവനം കേരള പോലീസ് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ രംഗത്ത്, കേസിൻ്റെ രംഗത്ത്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനാണ്, അതേസമയം തന്നെ അക്കാഡമിഷ്യനുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട, ഫിംഗർ പ്രിൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകളിൽ, നിരവധി സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അംഗീകാരവും നേടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിതാനുഭവങ്ങൾ, ഔദ്യോഗിക ജീവിതാനുഭവങ്ങളിൽ ഫിംഗർ പ്രിൻറ്റുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയും. ശ്രീ ആർ രാജേന്ദ്രനെ ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ വിരൽ അടയാളം, അത് ആധികാരികമായ ഒരു രേഖയായിട്ടാണ് നമ്മുടെ കോടതികൾ പരിഗണിക്കുന്നത്. ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ എങ്ങനെയാണ് വളർന്നു വന്നത്? ഒരു ഏത് കാലഘട്ടം തൊട്ടാണ് ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ വളർന്നു വന്നത് ഇന്ത്യയിൽ? വ്യക്തികളെ തിരിച്ചറിയുന്നതിന് ഉള്ള തിരിച്ചറിയൽ ശാസ്ത്രമായി ഈ ശാസ്ത്രശാഖ വളരുന്നതിന് മുമ്പ് ഈ മേഖലയിൽ ഉപയോഗിച്ചിരുന്നത് ആന്ത്രപ്പോമെട്രിക് സിസ്റ്റം എന്ന ഒരു സംവിധാനമായിരുന്നു. ശരീരത്തിൻ്റെ അളവുകൾ, കണ്ണിൻ്റെ നിറം, മുടിയുടെ നിറം, മൂക്കിൻ്റെ ആകൃതി, ദേഹത്തുണ്ടാകുന്ന പുള്ളികൾ, പാടുകൾ, അവയൊക്കെ ആധാരമാക്കി ഉണ്ടാക്കിയിരുന്ന ഒരു തിരിച്ചറിയൽ പദ്ധതിയായിരുന്നു ബെർട്ടിലിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. സ്കോട്ട്ലൻഡ് യാർഡ് ബ്യൂറോ അടക്കം ലോകത്തെ പല സ്ഥലങ്ങളിലും അത് പ്രചാരത്തിലിടുകയും അംഗീകാരം നേടുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. എന്നാൽ 1880കളിലെ ലോവർ ബംഗാളിൻ്റെ IG ആയിരുന്ന എഡ്വേർഡ് റിച്ചാർഡ് ഹെൻറി ഒരു കൃത്യസ്ഥലത്തു നിന്ന് രേഖപ്പെടുത്തിയ വിരലടയാളം കൊണ്ട് ഒരു കുറ്റവാളിയെ, ഒരു കൊലപാതക കേസിലെ കുറ്റവാളിയെ കണ്ടെത്തുക വഴി വിരലടയാളം കൂടുതൽ ശ്രദ്ധേയമാവുകയും ഈ ബെർട്ടിലിയൻ സിസ്റ്റത്തിന് പകരമായി ഫിംഗർ പ്രിൻ്റ് സിസ്റ്റം സ്വീകാര്യമാവുകയും ചെയ്തു. അങ്ങനെ 1897 ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഇന്ത്യയിൽ കൽക്കട്ടയിൽ സ്ഥാപിതമായി. അപ്പോൾ അന്ന് ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ കൽക്കട്ടയിൽ സ്ഥാപിതമായപ്പോഴേ അപ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് കണ്ടെത്താനും അത് എക്സ്പോസ് ചെയ്യാനും അതിലൂടെ ഗവേഷണങ്ങൾ, അത്തരം അതിന് ആവശ്യമായ ലാഭമൊക്കെ വേണമായിരുന്നല്ലോ. അതൊക്കെ പിന്നീടാണോ, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്? ഇത് ശരിക്ക് ഒരു പ്രിമിറ്റീവ് സയൻസായിട്ട് ഈ ഐഡൻറ്റിഫിക്കേഷനോട് കൂടിയാണ് ഇതൊരു ശാസ്ത്രശാഖയായി വളരണമെന്നുള്ള ആഗ്രഹം ഹെൻറി പ്രകടിപ്പിച്ചത്. അങ്ങനെ വിരലടയാള പദ്ധതി 10 വിരലുകളും എടുത്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കുകയും അതിലെ ഒരു ക്ലാസിഫിക്കേഷൻ രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത് ആളുകളെ, വിരലടയാളം എടുത്ത ആളുകളെ വിരലടയാള ബ്യൂറോയിൽ കുറ്റരേഖകളിൽ ഉണ്ടോ എന്നറിയുന്നതിനുള്ളൊരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. അതാണ് ഹെൻറി ഫിംഗർ പ്രിൻ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ അദ്ദേഹം IG ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. അന്ന് ആ മാർഗമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിരൽ അടയാളം അദ്ദേഹം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടാകുമല്ലോ. അത് എല്ലാ വിരലടയാളം ഒരുപോലെ ഒന്നും അതൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ എടുക്കുമോ വിരലടയാളങ്ങളെ? വിരലടയാളം ക്ലാസിഫൈ ചെയ്യുന്നതിന് അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ബേസിക്, അടിസ്ഥാനപരമായിട്ട് വിരലുകളിൽ 5 പാറ്റേണുകളാണുള്ളത്. ആർച്ച് എന്ന് പറയുന്ന പാറ്റേണാണ് ആദ്യത്തേത്. അടുത്തത് ലൂപ്പ് എന്ന് പറയും. മറ്റൊന്ന് വേൾ എന്ന രീതിയിൽ സർക്കുലറായിട്ട് നടുവിൽ വൃത്താകൃതിയിൽ കാണുന്ന പാറ്റേൺ. പിന്നത് ട്വൈൻഡ് ലൂപ്പ്, 2 ലൂപ്പുകൾ കോയിൻസൈഡ് ചെയ്തുണ്ടാകുന്ന ട്വൈൻഡ് ലൂപ്പ്. സെൻട്രൽ പോക്കറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അത് ആക്സിഡൻ്റൽസ് എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ പലതരം, അതായത് ഈ ബേസിക് പാറ്റേണുകളുടെ ആർച്ച്, ലൂപ്പ്, വേള്, അതിൻ്റെ കോമ്പിനേഷനുകളിൽ ഉണ്ടാകുന്ന പാറ്റേണുകളെയാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് പാറ്റേണുകളെ ആണ് വർഗീകരിച്ചത്, ക്ലാസിഫൈ ചെയ്തത്. വിരലടയാളം എടുക്കുന്നതിനുള്ള പദ്ധതി ഇങ്ങനെയാണ്. അതിന് വിരലടയാള സ്ലിപ്പ് എന്നാണ് പറയുന്നത്. ആദ്യം വലത് തള്ളവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, അതുപോലെ തന്നെ താഴെ ഇടത് കയ്യിലെ ഇടത് തള്ളവിരൽ,
ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ ഈ ക്രമത്തിൽ രേഖപ്പെടുത്തിയിട്ട് സീക്വൻസായി ചേർത്ത് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഇവ വർഗീകരിച്ച് സൂക്ഷിച്ചിട്ടുള്ളത്. ഇത്തരം വിരലടയാളങ്ങൾ പുതുതായി വരുമ്പോൾ ഈ ക്രമത്തിൽ വർഗീകരണം നടത്തി നിലവിലുള്ള ഡാറ്റയുമായിട്ട് മാനുവലായിട്ട് പരിശോധിച്ചാണ് ആദ്യകാലങ്ങളിൽ വിരലടയാളം തിരിച്ചറിഞ്ഞിരുന്നത്. എന്നാൽ പുതിയതായി വന്ന ഡിജിറ്റൽ സംവിധാനം ഈ വർഗീകരണത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവേ അങ്ങ് പറഞ്ഞനുസരിച്ച് മനുഷ്യൻ്റെ വിരൽ അടയാളങ്ങൾ, ഫിംഗർ പ്രിൻറ്റ്സ്, ആർച്ച്, വേള്, ലൂപ്പ് എന്ന് 3 തരത്തിൽ വർഗീകരിക്കാം, ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഇപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ ഈ 3 പ്രത്യേകതയും വരും. ആർച്ചും, വേളും, ലൂപ്പും ക്ലാസിഫിക്കേഷൻസ് ഒരാളുടെ കയ്യിൽ തന്നെ ഈ 3 തരത്തിലുള്ള ഫിംഗർ പ്രിൻറ്റും വരുമോ? ഇത് ഒരു തരത്തിലുള്ള പാറ്റേൺ വരുന്നത് കൊണ്ട്, അതായത് മുഴുവൻ ആർച്ച്, മുഴുവൻ ലൂപ്പ്, മുഴുവൻ വേള്, മുഴുവൻ കോമ്പോസിറ്റ്സ്, അല്ലാതെ ഇതിൻ്റെ കോമ്പിനേഷൻസും വരാം. ആർച്ചും വേളും ലൂപ്പും, വേളും ആർച്ചും ലൂപ്പും എല്ലാം കമ്പൈൻ ചെയ്തും ഓരോ വിരലുകളിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വിരലിൽ ആർച്ച് വരാം, വേറൊരു വിരലിൽ ലൂപ്പ് വരാം, മറ്റ് വേള് വരാം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ 3ഉം ഒരു മനുഷ്യൻ്റെ വിവിധ വിരലുകളിൽ വരാൻ കഴിയും. അപ്പോൾ അത് മറ്റൊരു കാര്യം, ഇപ്പം ഈ ഫിംഗർ പ്രിൻ്റ് ഏറ്റവും ആധികാരികമായ രേഖയായിട്ടാണ് നമ്മുടെ കോടതികളൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം പിന്നെ ഒരാളെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ, മോഷണം, കൊലപാതകം, ഇത്തരം ചില കേസുകളിൽ നമുക്ക് പിന്നെ ദൃക്സാക്ഷിയെ കിട്ടുകയില്ല. ആ സാഹചര്യത്തിൽ കോടതിക്ക് നീതിന്യായ സംവിധാനത്തിന് ആശ്രയിക്കാൻ കഴിയുന്നതും പോലീസിനെ ആശ്രയിക്കാൻ കഴിയുന്നതും ഈ ഫിംഗർ പ്രിൻറ്റിനെയാണ്. പക്ഷേ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ കുറച്ച് പുറകോട്ട് പോയാൽ മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഉദാഹരണത്തിന് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഇത്തരം ചില കാര്യങ്ങൾ കാണാം. മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച്, ഇപ്പോൾ കൃഷ്ണൻ സമന്തകം മണി മോഷ്ടിച്ചപ്പോൾ പ്രസന്നനെ കണ്ടെത്തിയതിനെക്കുറിച്ചൊരു കഥ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ എലിമെൻ്റ് ഉണ്ടോ? എന്താണ് അങ്ങയുടെ? തീർച്ചയായും ഇത് നമ്മൾ ഏത് ശാസ്ത്രവും നമ്മൾ സ്വാഭാവികമായും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത്തരത്തിലുള്ള എന്നൊരു ആധികാരികത വരാൻ വേണ്ടി ശ്രമിച്ച ഇത് ഞാൻ എൻ്റെ ഇവിടുത്തെ പഞ്ചാബി യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രീകരണമാണിത്. അതായത് പ്രസേനൻ ശ്രീകൃഷ്ണൻ മണി മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ താനല്ല മോഷ്ടിച്ചു എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വന്നതുകൊണ്ട് അദ്ദേഹം ഇത് അന്വേഷിച്ചിറങ്ങുമ്പോൾ ആദ്യം അദ്ദേഹം കാണുന്നത് ഒരു സിംഹം മരിച്ചു കിടക്കുന്നതാണ്. അവിടുന്ന് ആ സിംഹം മരിച്ചു കിടക്കുന്നത് കണ്ട പാദമുദ്രകൾ തിരക്കി അദ്ദേഹം ഫോളോ ചെയ്യുമ്പോൾ അവസാനം, ഞാൻ വിശദമാക്കുന്നില്ല, അവസാനം ചെന്നെത്തുന്നത് കുരങ്ങിൻ്റെ പാദമുദ്രയുള്ള ഒരു സ്ഥലത്താണ്. അവിടുന്ന് കുരങ്ങിൻ്റെ പാദമുദ്ര തിരഞ്ഞു ചെല്ലുമ്പോൾ അദ്ദേഹം ജാംബുവാൻ്റെ ഗുഹയിലെത്തുന്നു. ജാംബുവാൻ്റെ ഗുഹയിൽ നോക്കുമ്പോൾ ജാംബവതി എന്ന് പറയുന്ന ജാംബവാൻ്റെ പുത്രി ഈ മണിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവിടെ നിന്ന് നിരന്തരമായ വലിയ യുദ്ധത്തിലൂടെ അദ്ദേഹം ആ മണി കരസ്ഥമാക്കുന്നു. അപ്പോൾ ഇംപ്രഷൻസ്, അതായത് പാടുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആദ്യത്തെ പുരാണ എപ്പിസോഡിൽ ശ്രീകൃഷ്ണനായിരുന്നു അതിലെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. കൂടാതെ ഇത്തരം സന്ദർഭങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ബൈബിളിൽ കായൻസ് മാർക്ക് എന്ന് പറയുന്ന ഒരു പരാമർശം വരുന്നുണ്ട്. കായേനെയും ആബേലിനെയും തിരിച്ചറിയാനായി ദൈവം അവന് ഒരു പ്രത്യേക മാർക്ക് കൊടുത്തിരുന്നു എന്നാണ് അതിൽ സൂചകം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള ഖുറാനിൽ ഈ തെറ്റ് ചെയ്തവനെയും അല്ലാത്തവനെയും തിരിച്ചറിയാൻ അള്ളാഹു അവൻ്റെ മേൽ ഒരു മാർക്ക് ഉണ്ടാക്കിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും അറിഞ്ഞോ അറിയാതെ ഇതൊരു ശാസ്ത്രശാഖയായി വളരുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവനിർമ്മിതമായ ഈ അടയാളത്തെ സംബന്ധിച്ചുള്ള എന്തോ ഒരു ഉൾവിളി പോലെ ആളുകൾക്കുണ്ടായിരുന്നു എന്നൊരു സൂചനയാണ് ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഈ 3 കേസും താങ്കൾ സൂചിപ്പിച്ചിടത്ത് ഈ 3 കുറ്റവാളികളെ കണ്ടെത്താനാണ്. അപ്പോൾ കുറ്റവാളികളെ കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നൊരു അടയാളമാണ്. ഇപ്പോൾ പ്രസേനൻ്റെ പിന്നെ ശമന്തകം മോഷണം വന്നപ്പോൾ കൃഷ്ണനെ അന്വേഷിച്ച് പോയി. പക്ഷേ അവിടെ ഫിംഗർ പ്രിൻ്റ് അല്ല എടുത്തത്, പാദമുദ്രയാണ്. അപ്പോൾ പാദത്തിൻ്റെ മുദ്ര, അതായത് കൈകളുടെ ഉള്ള ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ പാദത്തിൻ്റെ മുദ്രകൾക്കും ഈ പ്രത്യേകതകളുണ്ടോ? ആളുകളുടെ ഡിഫറൻ്റ് ആയിരിക്കും. കൈവെള്ളയിലും കാൽവെള്ളയിലും ഒരേ തരത്തിലുള്ള ത്വക്കാണുള്ളത്. അതിന് ഫ്രിക്ഷൻ സ്കിൻ എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. പ്രതലങ്ങളിൽ പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ, അതായത് മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഫിസിക്കൽ പർപ്പസ്, അത് ഭൗതിക ധർമ്മം. കാലിലും അത് തന്നെയാണ്. എന്നാൽ ഇത് രണ്ടും അല്ലാതെയാണ് നമ്മളുടെ ശാസ്ത്രം ഡീൽ ചെയ്യുന്നത്.
ഇതിനുള്ളിൽ കാണുന്ന റിഡ്ജസ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നേർത്ത രേഖകൾ, ചുഴികളും ആയിട്ടും ലൂപ്പ് പോലെയൊക്കെ കാണുന്ന, അതിൽ കാണുന്ന നേർത്ത രേഖകളിൽ ആണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. അതിന് കാരണം ഈ ഓരോ നേർത്ത രേഖകളിലും സ്വെറ്റ് പോഴ്സ്, അതായത് വിയർപ്പ് പുറത്തേക്ക് കളയുന്നതിനുള്ള ഹോൾസ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന എക്സ്ക്രീഷൻ ആണ് വിരലടയാളങ്ങൾ പ്രതലത്തിൽ പതിയാനിടയാകുന്നത്. അതിന് കാരണം പറയുന്നു, അത് ഒരാൾ എത്രമാത്രം നെർവസ് ആകുന്നോ അത്രമാത്രം ഡിസ്ചാർജ് കൂടും സ്വെറ്റിൻ്റെ. അപ്പോൾ ഒരു കൃത്യസ്ഥലത്ത് ഒരു കുറ്റവാളിയുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് മറ്റ് സാധാരണ പിടിക്കുന്നതിനേക്കാൾ കൂടെ ലെജിബിളും ഇരിക്കും എന്നാണ് നമ്മുടെ അനുഭവത്തിൽ പറയുന്നത്. കാരണം നെർവസ്നെസ്, കുറ്റകൃത്യം ചെയ്യുന്നു കൊലയാളി അല്ലെങ്കിൽ മോഷ്ടാവ് കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാളുടെ നെർവസ്നെസ് കൊണ്ട് ഈ സ്വെറ്റ് സെക്രീഷൻ കൂടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് കൂടുതൽ മിച്ചപ്പെട്ട ഇംപ്രഷൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്താൽ ഫിംഗർ പ്രിൻ്റ് വരില്ലല്ലോ. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് കുറ്റകൃത്യം ചെയ്താൽ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട് ഒരാൾക്കുള്ള ഒരു മനുഷ്യൻ്റെ വിരല അടയാളങ്ങൾ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പതിയാതെ സംരക്ഷിക്കാൻ ഈ ഗ്ലൗസിന് കഴിയുമോ? സാധാരണഗതിയിൽ മനുഷ്യർക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇത്. സാധാരണ എല്ലാ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സിനോടും എല്ലാവരും പൊതുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നിരന്തരമായ ജാഗ്രതയും നിരീക്ഷണവും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫലപ്രദമായി ഒരു ഐഡൻറ്റിഫിക്കേഷനിൽ എത്താൻ കഴിയുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു ജില്ലയിൽ സംഭവ സ്ഥലങ്ങളിൽ പലപ്പോഴും ഗ്ലൗവിൻ്റെ മാർക്കുകൾ അലമാരയുടെ ഹാൻഡിലിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരേ അടയാളം ഗ്ലൗവുകൾ ആവർത്തിച്ച് കിട്ടിയ സ്ഥലങ്ങളിലെ അടയാളങ്ങൾ ഞങ്ങൾ ഒരു കൗതുകത്തിന് വേണ്ടി രേഖപ്പെടുത്തുകയും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി രേഖപ്പെടുത്തുകയും അതൊരു 17ഓളം കേസുകളിൽ അത് ആവർത്തിച്ച് കണ്ടപ്പോൾ ഇതൊരു കുറ്റവാളിയുടേതാണെന്ന്, കുറ്റവാളി ഉപയോഗിക്കുന്ന സ്ഥിരം ഗ്ലൗ ആണെന്ന് മനസ്സിലാക്കിയെ തുടർന്ന് അന്ന് അവിടെ അധികാരത്തിലിരുന്ന കമ്മീഷണറുടെ അടുത്ത് ഞങ്ങളിത് വിവരം അറിയിക്കുകയും അദ്ദേഹം എന്താണ് ഇതിൻ്റെ മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ അവസാന ദിവസങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായ കുറ്റകൃത്യ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു കാലടയാളം കിട്ടി. ഒരു ഹാഫ് അലമാരയുടെ താഴത്തെ ഇടതുവശത്തെ വാതിലിൽ ചവിട്ടി തുറന്നതിൻ്റെ ഒരു കാലടയാളം കിട്ടി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലടയാളങ്ങളിൽ നിന്ന് സെറ്റ് സെക്രീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ലേറ്റൻറ്റ് പ്രിൻ്റ് എന്നാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്. കാരണം കൃത്യസ്ഥലത്ത് നിന്ന് കിട്ടുന്നത് ഇതിനെ ലേറ്റൻറ്റ് പ്രിൻ്റ് എന്നാണ് പറയുന്നത്. അതിന് വേറൊന്നുകൂടെ പറയും, വിസിറ്റിംഗ് കാർഡ് ഓഫ് ദി ബർഗ്ലർ എന്നാണ് പറയുന്നത് സാധാരണഗതി. അതായത് അയാൾ അവിടെ വന്നു എന്നുള്ള സൂചന നൽകുന്ന ഒരു വിസിറ്റിംഗ് കാർഡായിട്ടാണ് നമ്മളതിനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു കാലിൻ്റെ. അത് അന്നത്തെ കമ്മീഷണർ വളരെ ജാഗ്രതയുള്ള ആളായിരുന്നു ഇത്തരം കാര്യങ്ങൾ. ശാസ്ത്രശാഖയിൽ ഇത്തരം ശ്രദ്ധേയമായി പ്രവർത്തിച്ചിരുന്ന, ഞാൻ പറയാൻ പഠിക്കുന്നത് ശ്രീ ലോക്നാഥ് ബെഹ്റയായിരുന്നു അന്ന് ഞങ്ങളുടെ കമ്മീഷണർ. അദ്ദേഹം മുൻകൈയെടുത്ത് ഈ കാലടയാളം കിട്ടിയ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 450 കള്ളന്മാരുടെ കാലടയാളം രേഖപ്പെടുത്തുകയും അതിൽ നിന്നൊരു കള്ളനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഫലപ്രദമായ ഐഡൻറ്റിഫിക്കേഷൻ. ഈ വിഷയം സംബന്ധിച്ചാണ് ഞാൻ പാട്യാലയിൽ നടന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ സയൻസിൽ ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയും ആളുകളത് ശ്രദ്ധേയമായി സ്വീകരിക്കുകയും അന്ന് ഹാജരായിരുന്ന ഇസ്രായേലി വിദഗ്ധൻ ജോസഫ് അൽമോഗ പ്രശംസിക്കുകയും ചെയ്തതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം കൂടി ഞാൻ പറയാം. ഈ കയ്യിൽ സർജിക്കൽ ഗ്ലൗസ് ഇട്ട് വരുന്ന കള്ളന്മാരുണ്ട്. അവരുടെ കയ്യിലെ അടയാളങ്ങൾ ഇംപ്രഷൻസ് പലപ്പോഴും വ്യക്തമാകാറില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ നിതാന്ത ജാഗ്രതയിലൂടെയും ശ്രദ്ധയിലൂടെയും കൃത്യസ്ഥലത്ത് ജാഗ്രത കുറവ് കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്ന ഗ്ലൗവിനുള്ളിൽ നിന്നും വിരലടയാളങ്ങൾ രേഖപ്പെടുത്തി ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള അനുഭവങ്ങളും ഞങ്ങളുടെ സർവീസ് ചരിത്രത്തിലുണ്ട്. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനെയും അതുപോലെ അവരെ കണ്ടെത്തിയ കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികളാണോ എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ശിക്ഷിക്കാൻ കോടതിയെയും സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ എന്നുള്ള നിലയിൽ ഫിംഗർ പ്രിൻ്റ് വളർന്നു വന്ന വിരൽ അടയാള തെളിവുകൾ വളർന്നു വന്നത് വളരെ അടുത്ത കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഈ വിരൽ അടയാളം നമ്മൾ എടുക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത് പണ്ട് ഒപ്പുവയ്ക്കാൻ അറിയാത്തവർക്ക്, നിരക്ഷരരായ ആളുകൾ അവരുടെ വിരൽ അടയാളങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ വിരലടയാളം കൊടുക്കാറുണ്ട്. ഒപ്പ് നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ വിരലടയാളം മാറ്റാൻ പറ്റില്ല എന്നൊരു സങ്കല്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് വിരലടയാളം
ഒരു സയൻസ്, ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയിൽ വളരുകയും പോലീസ് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങുകയും കോടതി അതിനെ അംഗീകരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ഏതൊരു കാലഘട്ടം തൊട്ടാണ് എന്നൊന്ന് വിശദീകരിക്കാം. വിരലടയാള ശാസ്ത്ര പദ്ധതി ഒരു തിരിച്ചറിയൽ ശാസ്ത്രമായി വളർന്നു വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ബർട്ടിലിയൻ സിസ്റ്റം എന്ന ശാരീരിക അളവുകളും നിറങ്ങളും പുള്ളികളും ശരീരത്തിലെ അടയാളങ്ങളും ഒക്കെ ചേർത്തുണ്ടായിരുന്ന ഒരു തിരിച്ചറിയൽ പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് വിരലടയാള ശാസ്ത്രം ആ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിനാധാരമായ ഒരു സംഭവം ഇന്ത്യയിലാണ് ഉണ്ടായതെന്നത് ഒരു ചരിത്ര വിസ്മയമാണ്. ലോവർ ബംഗാളിലെ ജയ്പാൽഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു എസ്റ്റേറ്റിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് അന്നത്തെ അവിടുത്തെ ലോവർ ബംഗാൾ IG ആയിരുന്ന എഡ്വേർഡ് റിച്ചാർഡ് ഹെൻറി ഉപയോഗിച്ച ഒരു പദ്ധതിയാണ് വിരലടയാളം വെച്ച് ആളുകളെ തിരിച്ചറിയാനായിട്ട് സാധ്യതയുണ്ടാക്കി. കൃത്യസ്ഥലത്ത് നിന്ന് കിട്ടിയ പുരണ്ട വിരലടയാളങ്ങൾ പ്രതിയുടേതാണെന്ന് അദ്ദേഹം പലരുടെയും വിരലടയാളങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം കണ്ടെത്തുകയും അയാളെ കോടതിക്ക് മുമ്പിൽ തെളിവുകൾക്ക് മുമ്പിൽ ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1897 അദ്ദേഹത്തിൻ്റെ മുൻകൈ ശ്രമഫലമായിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഇന്ത്യയിൽ കൽക്കട്ടയിൽ സ്ഥാപിതമാകുന്നത്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ രാജാവിൻ്റെ ട്രാവൻകൂർ ബ്യൂറോയും ഏതാണ്ട് 1900 സ്ഥാപിതമായി. അന്നു മുതൽ തുടർന്ന് ഇന്നുവരെ കുറ്റമറ്റ ഒരു വ്യക്തികളെ തിരിച്ചറിയുന്ന അന്യൂനമായ ശാസ്ത്രശാഖയായി ഇത് ഉരുത്തിരിഞ്ഞു വന്നു. അതിന് കാരണം ഒരാളുടേതുപോലെ ഉള്ള വിരലടയാളങ്ങൾ മറ്റൊരാളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രത്യേക ശാസ്ത്രം. ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് ഇതിനെ അന്യൂനമാക്കിയ ശാസ്ത്രമാക്കി മാറ്റിയത്. ഒരേപോലെ 2 വിരലടയാളങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒരാളുടെ തന്നെ ഒരേ വിരലിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് കരുതണമെന്നുള്ള സിദ്ധാന്തമാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് ഇത്രമേൽ അംഗീകാരം നേടിക്കൊടുക്കാനിടയായത്. കൂടാതെ ഗർഭസ്ഥ ശിശുവിൻ്റെ 3-ാം മാസക്കാലത്ത് ഗർഭസ്ഥ ശിശുവിൽ രൂപപ്പെടുന്ന ഈ അടയാളം മരിച്ചു മണ്ണോട് തീരുന്നത് വരെയും അതേ രീതിയിൽ നിലനിൽക്കുന്നു. അതായത് ഫ്രം ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറയും. ചൊട്ട മുതൽ ചുടല എന്ന് മലയാളത്തിൽ പറയാം. ഇത് തുടർന്നും ഇത് പെർസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഉള്ളതാണ് ഈ ശാസ്ത്രശാഖ ഈ തിരിച്ചറിയൽ ശാഖയായി കോടതികൾക്കും വ്യവഹാരങ്ങൾക്കും മുമ്പിൽ സ്വീകാര്യമായി തീർന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടല്ലോ, അവരെ കണ്ട ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ അവരുടെ ഫിംഗർ പ്രിൻ്റ് ഒരുപോലെയാണോ ഇരിക്കുന്നത്? അത് ഒരു സാധാരണ ഒരാളിൻ്റെ വീക്ഷണത്തിൽ നോട്ടത്തിൽ ഒരുപോലെ ഇരിക്കാമെങ്കിലും സൂക്ഷ്മമായ വിശകലനത്തിൽ അത് വ്യത്യസ്തമാണെന്ന് കാണാൻ കഴിയും. കാരണം ഫിംഗർ പ്രിൻ്റ് കമ്പയർ ചെയ്യുന്നത് പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമെന്നല്ല പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല, അതിൽ കാണുന്ന നേർത്ത വരകളും ചുഴികളും അടിസ്ഥാനമാക്കിയാണ് അവയെ വർഗീകരിച്ച് കണ്ടുപിടിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന പദ്ധതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഐഡൻറ്റിക്കൽ ട്വിൻസിന് പോലും ഒരിക്കലും ഒരേ വിരലടയാളം ഉണ്ടാകാറില്ല. സൂക്ഷ്മ വിശകലനത്തിൽ അവ രണ്ടും വ്യത്യസ്തമായിരിക്കും. എന്നാൽ അതിൽ ഒന്നുകൂടി പറയാനുണ്ട്, ഫിംഗർ പ്രിൻ്റ് ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ മേഖലയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഐഡൻറ്റിക്കൽ ട്വിൻസിന് ഒരേ DNA ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും, ഒരേ DNA പ്രൊഫൈലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ മേഖലയിൽ ഒരു അപ്പർ ഹാൻഡ് ഈ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെന്ന് പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ DNA ഒരുപോലെ ആയിരിക്കും, ഫിംഗർ പ്രിൻ്റ് വേറെ ആയിരിക്കും. അപ്പോൾ DNA പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇതിനൊരു മേൽക്കൈ ഫിംഗർ പ്രിൻ്റിനുണ്ട്. അല്ല, പലപ്പോഴും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഈ ഫിംഗർ പ്രിൻ്റ് അന്വേഷിച്ച് എന്തോ ഒരു തരം വളരെ മൃദുലമായൊരു ബ്രഷ് വെച്ച് ഇങ്ങനെ തട്ടി നോക്കുന്നതും ചില പൗഡർ വിതറുന്നതും, അതെങ്ങനെയാണ് ഈ ഫിംഗർ പ്രിൻ്റ് ഒരു സ്പോട്ടിൽ നിന്ന് കണ്ടെത്തുന്നതിന് എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ ആ പദ്ധതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് സർഫസിന്, അതായത് പ്രതലത്തിൻ്റെ അനുരൂപമായ നാനോ കെമിക്കൽ പൗഡറാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് സാധാരണഗതിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഹൈഡ്രോജൻ ക്രീറ്റ എന്ന് പറയുന്ന മെർക്കുറി ഇറങ്ങിയ ഒരു കോമ്പൗണ്ടായിരുന്നു. അത് ഹാംഫുൾ ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി ഇപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമൈസർ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് സ്പ്രേ ചെയ്തിട്ട് അതിൽ ഫൈൻ ബ്രഷ്, അതിനുപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് ക്യാമൽ ഹെയർ ബ്രഷ് ആയിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഒട്ടകപക്ഷിയുടെ തൂവലിൽ നിന്ന് എടുക്കുന്നതായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ പുതിയ നാച്ചുറൽ അല്ലാത്ത സിന്തറ്റിക് ഫൈബറുകൾ കൊണ്ടുള്ള നല്ല റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ബ്രഷസ് ഉണ്ട്.
അതുകൊണ്ട് ഡെവലപ്പ് ചെയ്താൽ വളരെ ഈ ഫ്രജൈലായിട്ടുള്ള ഒരു സാധനമാണ് ഫിംഗർ പ്രിൻ്റ്. അത് നഷ്ടപ്പെടാത്ത രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന പദ്ധതിയാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്. ധാരാളം കെമിക്കൽസ് ഉപയോഗിച്ച് ഇത്തരം ഫിംഗർ പ്രിൻ്റ് രേഖപ്പെടുത്തുക. പിന്നെ കളേർഡ് സർഫസിൽ ആന്ത്രസിൻ പൗഡർ ഉപയോഗിച്ച് അൾട്രാവയലറ്റ് രശ്മി ഉപയോഗിച്ച് ഫിംഗർ പ്രിൻ്റ് രേഖപ്പെടുത്തുക. ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ ഏറ്റവും സാർവജനീനവും കോമൺ ആയിട്ടുള്ളതും ഈ നാനോ കെമിക്കൽസ് പൗഡേഴ്സ് ഉപയോഗിച്ചുള്ള ഡെവലപ്പിംഗ് സംവിധാനമാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തിരുന്നു, കുറ്റകൃത്യം നടന്ന ഒരു സ്ഥലത്തിരുന്നു, അവിടുന്ന് നമ്മൾ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് മനസ്സിലാകുന്നു. ഇത് കോടതിയിൽ എത്തിക്കുമ്പോൾ എന്ത് രേഖയാണ് കോടതിയിൽ എത്തിച്ചു കൊടുക്കുന്നത്? കോടതിയിൽ നമ്മൾ ഒരു കുറ്റവാളിയുടെ വിരലടയാളം, അതായത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഹാബിച്വൽ ഒഫൻഡേഴ്സ്, അതായത് സ്ഥിരം കുറ്റവാളികളുടെ ഫിംഗർ പ്രിൻ്റ് സൂക്ഷിച്ചു വയ്ക്കാൻ കേരള പ്രിസണേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ സ്ഥിരം കുറ്റവാളികൾ എന്ന് പറയുന്ന മോഷ്ടാക്കൾ, പിടിച്ചുപറിക്കാർ, ഡാക്കോയിറ്റ്സ് നടത്തുന്നവർ, പിന്നെ മർഡർ ഫോർ ഗെയിൻ നടത്തുന്നവർ, ഇമാതിരി തുടങ്ങിയ ധാരാളം കുറ്റവാളികളുടെ രേഖകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച് വെച്ചിരിക്കുന്ന രേഖകൾ ഏകദേശം ഇപ്പോൾ കേരളത്തിൽ 3 ലക്ഷത്തോളം കുറ്റവാളികളുടെ രേഖ സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ. കൂടാതെ ഒരു സംശയിക്കുന്ന പ്രതി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിരലടയാളം എടുക്കാനും രേഖപ്പെടുത്തി പരിശോധിക്കാനുമുള്ള അധികാരവും ഈ പ്രിസണേഴ്സ് ആക്ടിൽ പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ മേലിലുള്ള ഓഫീസറായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിരലടയാളങ്ങൾ പരിശോധിച്ച് സമാനമായത് കണ്ടെത്തിയ ശേഷം അതിലെ സമാനതകൾ കാണിച്ച് കോടതിയിൽ കൊടുക്കുന്ന ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ട്. അതായത് വിദഗ്ധ അഭിപ്രായം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വിദഗ്ധ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോടതി ഇത് പരിശോധിക്കുന്നതും അതിനെ അംഗീകരിക്കുന്നതും. അപ്പോൾ അതിന് 8 സമാനതകൾ ചൂണ്ടിക്കാണിച്ച രേഖകൾ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിന് എക്സ്പെർട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക് എൻലാർജ്മെൻറ്റ് എടുത്തിട്ട് അതിൽ സമാനതകൾ കാണുന്ന അടയാളങ്ങൾ രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടാതെ നമ്മുടെ രേഖപ്പെടുത്തിയ വിരലടയാളം ഉള്ളത് സ്ലിപ്പിൽ നിന്നുള്ളത്, ഇത് ആ സാധനത്തിൻ്റെ 8 സമാനതകൾ രേഖപ്പെടുത്തിയത്, ഇത് ചേർത്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ട്. എങ്ങനെ രേഖപ്പെടുത്തി, എവിടെ നിന്ന് രേഖപ്പെടുത്തി, എന്തെല്ലാം സമാനതകൾ. അതിനൊരു ഇതൂടുണ്ട്, ഒരു അനാലിസിസ്, ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കൊടുക്കുന്ന ഒപ്പീനിയനാണ് കോടതി സ്വീകരിക്കുന്നത്. അത് വ്യവസ്ഥകളനുസരിച്ച് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഹാജരാക്കുന്നതായിരിക്കും തെളിവ് നിയമത്തിന് ഏറ്റവും കൂടുതൽ സാധുത നൽകുക. അല്ല, കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറ്റവാളിയെ കണ്ടെത്തണമെങ്കിൽ ഈ ഫിംഗർ പ്രിൻ്റ് വേണമല്ലോ. അത് പ്രായോഗികമാകുമോ? അതായത് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ രേഖയുണ്ട് ഓൾറെഡി. മുൻശിക്ഷയുള്ള കുറ്റവാളികളുടെ രേഖ ഞങ്ങൾ സൂക്ഷിക്കുന്നുള്ളതുകൊണ്ട് അതിൽ പരിധിയിൽ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്കി പുറത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഉള്ളതാണെങ്കിൽ എവിഡൻസ് വാല്യൂ കൂടും. സസ്പെക്റ്റ് ആണെങ്കിൽ പോലും അത് കഴിയുന്നത്ര ഈ നമ്മൾ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ വിരലടയാളങ്ങൾ അടങ്ങുന്ന ആർട്ടിക്കിൾസ് കോടതിക്ക് അതിന് മുമ്പേ ഹാജരാക്കിയിരുന്നാൽ തെളിവിന് കൂടുതൽ ശക്തി. ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഹാജരാക്കിയിരിക്കണമെന്നും കോടതിക്ക് അതിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ 1900 തുടങ്ങി തിരുവിതാംകൂറിൽ. 100 വർഷം. അതിന് മുമ്പ് 100 വർഷം കഴിഞ്ഞു പറഞ്ഞു. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ അതിന് കേരള പോലീസിൽ അർഹമായൊരു പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ? ഇൻവെസ്റ്റിഗേഷന് ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സിൻ്റെ സേവനങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാനും അതിന് അനുഗുണമായ അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തുടക്കകാലത്തിൽ ഇത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഡിവൈസസാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വർത്തമാനകാല സാഹചര്യങ്ങളെ നേരിടാൻ പര്യാപ്തമാകത്തക്ക രീതിയിൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ സംവിധാനങ്ങൾക്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എയ്ഡ് ടു ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു നിർവചനം, സഹായിക്കുക. പക്ഷേ അത് അത്തരം സഹായങ്ങളെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ മേലധികാരികളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ വിമർശിക്കുകയോ ആണെന്ന് പറയാനില്ലായിരുന്നത്. പലപ്പോഴും നമ്മൾ കച്ചേരി നന്നായിരുന്നാൽ വായ്പാട്ടുകാരനും മോശമായാൽ പക്കമേളക്കാരനും എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ, അത് ഞങ്ങൾ നന്നായി അനുഭവിക്കുന്നുണ്ട്. ആ അവഗണന അനുഭവിച്ചുകൊണ്ട് തന്നെ നിരന്തരവും നിതാന്തവുമായ ശ്രമങ്ങളിലൂടെ ഞങ്ങൾ ഓരോ കേസുകളും ശ്രദ്ധിച്ചു. പല കേസുകളിലും സൂചിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും പ്രശംസിക്കപ്പെടുന്നില്ലെങ്കിലും അവ ചെയ്തത് ഞങ്ങളാണെന്ന് മേലധികാരികൾക്കും അറിയാം.
അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ശാസ്ത്രബോധമുള്ള ഡയറക്റ്റായിട്ട് വന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ ഈ ശാസ്ത്രശാഖയോടുള്ള താല്പര്യം വളരെ ശ്രദ്ധേയമാണ്. അവർ അർഹിക്കുന്ന പരിഗണനയും അംഗീകാരവും നൽകി പോരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എന്തോ ചില അവഗണന ഉണ്ടാകുന്നുണ്ട്. അത് എന്നോട് ഈ ജോസഫ് അൽമോഗ് പറഞ്ഞതുപോലെ ഇസ്രായേലി മുതൽ ഇവിടെ വരെ ഈ അവഗണനയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു ആർ നോട്ട് സപ്പോസ് ടു ഗൈഡ് ദി ഇൻവെസ്റ്റിഗേഷൻ, യു ആർ ഓൺലി സപ്പോസ് ടു എയ്ഡ് ദി ഇൻവെസ്റ്റിഗേഷൻ. അത് ഒരു അറിയാത്ത ഒരു കീഴ്വഴക്കമായി ലോകമെമ്പാടും തുടരുന്ന ഒരു സാധനം. അതുകൊണ്ട് അവഗണനയെ അവഗണിച്ച് തള്ളി പരിഗണിക്കത്തക്ക രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ച പാടും ഞങ്ങളെ പഠിപ്പിച്ച പാടും. അതാണ്. അപ്പോൾ ഗൈഡ് ചെയ്യേണ്ട, എയ്ഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ. പക്ഷേ ആ എയ്ഡ് ഒരു ലോ ഓഫ് കോർട്ടിൽ ഒരു കൾപ്രിറ്റിനെ എത്തിക്കുമ്പോൾ അവനെ ശിക്ഷിക്കാൻ ഇത്തരം എയ്ഡ് ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഈ പോലീസിലുണ്ടാകുന്ന മോഡേൺ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഡിവൈസുകളൊക്കെ ഉപയോഗപ്പെടുത്തി പോലീസ് ഫോഴ്സ് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനകത്ത് ഒഴിവാക്കാനൊക്കാത്തൊരു ശാഖയാണ് ഫിംഗർ പ്രിൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനർഹമായൊരു പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് താങ്കൾ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു. എനിക്ക് മറ്റൊരു സംശയമുള്ളത്, നമ്മുടെ ഈ വിരൽ അടയാളം വളരെ കൃത്യമായി മിനുസമുള്ള പ്രതലത്തിലെ വിരലടയാളവും പരുപരുത്ത പ്രതലത്തിലെ വിരലടയാളവും തമ്മിൽ വ്യത്യാസം സ്വാഭാവികമായി കാണുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടെത്താൻ നമ്മുടെ എക്സ്പേർട്സിനെ എങ്ങനെയാണ് പെട്ടെന്ന് കൂടുതലത് കണ്ടെത്താൻ അവരെ സഹായിക്കുന്നത്? അങ്ങ് പറഞ്ഞ പോലെ കൂടുതൽ സാധ്യത പോളിഷ്ഡ് സർഫസ് കിട്ടാനാണ് കൂടുതൽ സാധ്യത. എന്നിരുന്നാലും നല്ല അടയാളങ്ങൾ, നല്ല വിരലടയാളങ്ങൾ പരുപരുത്ത തലത്തിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയ പുതിയ ശാസ്ത്ര പദ്ധതികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്യൂമിഗേഷൻ പ്രോസസ്സുണ്ട്. അതായത് ഈ ആർട്ടിക്കിൾസ് ഒരു ഫ്യൂമിഗേഷൻ ചേംബറിൽ ഇട്ടിട്ട് സൈനോ അക്രലൈറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉപയോഗിച്ച് ആ ഫ്യൂമിഗേഷൻ ഉണ്ടാക്കിയാൽ ഈ ആർട്ടിക്കിൾസിൽ ഉള്ള അടയാളങ്ങളെല്ലാം രൂപപ്പെടും. അത് റഫ് സർഫസിലും ഉണ്ടാകാം, അല്ലാത്തതിലും ഉണ്ടാകാം. പക്ഷേ ഈ സങ്കേതങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ കൈകളിൽ എത്താറുള്ളൂ. എത്തിയാൽ തന്നെ ഇതിന് ഹാംഫുൾ ആണ്. കാരണം സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന സാധനത്തിനെ ഫ്യൂമിഗേറ്റ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. മാസ്കും ഏപ്രണും ഒക്കെ ധരിച്ച് മാത്രമേ ഈ ചേമ്പറിനടുത്ത് നിൽക്കാൻ ഒക്കത്തുള്ളൂ. അത്തരം സാധനങ്ങൾ അവൈലബിൾ അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെൻട്രൽ ഫോറൻസിക് ബ്യൂറോയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാത്തരത്തും എത്തുന്നില്ല. എന്നിരുന്നാൽ പോലും റിസൾട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരള ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ, കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ. ഇപ്പോഴും നല്ല എക്സ്പെർട്സാണ്, ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ കുട്ടികളാണ് വന്നിരിക്കുന്നത്. അവർക്കിപ്പം വളരെ എളുപ്പമാണ്. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് വിരലടയാളം രേഖപ്പെടുത്തിയത് തന്നെ പോരാ, മാനുവലായിട്ട് കമ്പയർ ചെയ്യണമായിരുന്നു. ഇപ്പം കിട്ടിയ വിരലടയാളം നേരിട്ട് ഡിജിറ്റൽ സംവിധാനത്തിൽ കൊടുത്താൽ പ്രോബബിൾ ടെൻസ് അവർ തരും. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ച് ഒപ്പീനിയൻ കൊടുത്താൽ ഒരുപാട് മെച്ചപ്പെട്ടിരിക്കും. അക്കാര്യങ്ങളിൽ ഇതിൽ പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സെൻട്രൽ എയ്ഡ് ധാരാളം ഉണ്ട് ഇതിന്. അപ്പോൾ ഈ സെൻട്രൽ എയ്ഡ് പണ്ട് ഉപയോഗിച്ചിരുന്ന പദ്ധതി വാഹനം വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ എയ്ഡ് ഇതിന് തന്നെ ഉപയോഗിക്കണമെന്ന് കർശനമായ നിഷ്കർഷയുള്ളത് കൊണ്ട് ഇതിൻ്റെ വികസനത്തിനും ഇതിൻ്റെ ശാസ്ത്രീയമായ വളർച്ചയ്ക്കും ധാരാളം പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രശംസനീയമായ രീതിയിൽ പല മേലധികാരികളും പെരുമാറുന്നുമുണ്ട്. വാഹനങ്ങളുണ്ട്, പണ്ട് വാഹനങ്ങളില്ല, ബസ്സിൽ പോയി നോക്കേണ്ട സംഭവം ഉണ്ടായിരുന്നു. ഇതുണ്ടാക്കി ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയ്ക്ക് പ്രത്യേക എംബ്ലം കൊടുത്തിരിക്കുന്നു. ഇപ്പോഴിരിക്കുന്ന പോലീസ് മേധാവി പ്രത്യേക എംബ്ലം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗൈഡ് ദേ ഡോണ്ട് എക്സ്പെക്ട് ബട്ട് സിംപ്ലി എയ്ഡ്, അത് ഞങ്ങൾ ആ രീതിയിൽ തന്നെ തുടരുന്നു. എയ്ഡായാലും ഇല്ലാതായാലും നമ്മുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരവും ആഹ്ലാദകരമായ സാഹചര്യമാണ്. വ്യക്തികളെ തിരിച്ചറിയാൻ ശാസ്ത്രം കണ്ടെത്തിയ പല മാർഗങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും ഈ ഫിംഗർ പ്രിൻ്റ്. ഞാൻ വളരെ കൗതുകകരമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കാട്ടിലെ കടുവകളെയും പുലിയെയും ആനയെയും ഒക്കെ കണ്ടെത്താൻ അവരെ ഫുട് പ്രിൻ്റാണ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൃഗങ്ങൾക്ക് കണ്ടെത്താൻ, മൃഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ? ഏതെങ്കിലും ഇതിന് പാദമുദ്ര അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലും മൃഗങ്ങളെ കണ്ടെത്താൻ കഴിയുമോ? സൃഷ്ടിയുടെ ഓരോന്നിനെയും വേർതിരിച്ചറിയുവാൻ ദൈവം അവയ്ക്ക് ഓരോ അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസൈനോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അത് ദൈവം കൊടുത്തിരിക്കുന്ന ആ തിരിച്ചറിയാനുള്ള രേഖയാണെന്ന് കണ്ടു. ഉദാഹരണത്തിന് ഞാൻ പറയാം, സീബ്രകളെ തിരിച്ചറിയുന്നതിന് സീബ്രകളുടെ ശരീരത്തിലുള്ള ആ വരകൾ ഫലപ്രദമായ ഒരു സീബ്രയുടെ വര പോലെ മറ്റൊരു സീബ്ര ഉണ്ടാകുകയില്ല. രണ്ടാമത് പറയാം, ഒരു
ഇല പോലെ വേറൊരു ഇലയും ഉണ്ടാവില്ല. പരിശോധിച്ചാൽ സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാവും. അപ്പോൾ ദൈവം ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മളത് കണ്ടെത്തി തിരിച്ചറിയുക എന്നുള്ളതാണ് ധർമ്മം. പിന്നെ ഇനി ഒന്നുകൂടെ പറയാം, പ്രകൃതിയിൽ ഇത് പറഞ്ഞത് ചരിക്കുന്നത് ആയ ജീവജാലങ്ങളെ കുറിച്ചാണ്. എന്നാൽ അചരങ്ങളായ ചില സാധനങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് പാറ്റേണുമായിട്ട് ബന്ധമുണ്ട്. അത് സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ മണലാരണ്യങ്ങളിൽ കാണുന്ന സാൻഡ് ഡ്യൂൺസ് പാറ്റേണുകളുണ്ട്. കാറ്റൊഴുകി വന്ന് ഉണ്ടാക്കിപ്പെടുത്തിയ രേഖകളാണ്. അങ്ങനെ ഓരോ ജന്തുക്കളെയും ഓരോ ഇലകളെയും ഓരോ ചരാചരങ്ങളെയും തിരിച്ചറിയാനുള്ള സങ്കേതം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ശരിയായ മാർഗം. ഞാൻ പഞ്ചാബി യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അവിടെ DNA പ്രൊഫൈൽ തയ്യാറാക്കുന്നത് വെറ്റിനറി വിഭാഗത്തിൽ നിന്നൊരാളാണ്. അവരുടെ കയ്യിൽ DNA-യുടെ വെറ്റിനറി ഉണ്ട്. ഇനിയിപ്പം നമ്മൾ കടുവകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോറസ്റ്റ് അധികൃതർ പറയാറുണ്ട്, മറ്റേ അവിടെ കണ്ട കടുവയാണ് ഇവിടെ കണ്ട്. അവർ കടുവയുടെ ദേഹത്ത് കാണുന്ന മാർക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ട് അത് പരിശോധിച്ചിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. അല്ലാതെ കടുവയെ തിരിച്ചറിയാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ആനയുടേത് മാത്രം കണ്ടെത്താൻ ഇതുവരെ പാദമുദ്രയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, നഖങ്ങളുടെ അടയാളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനും എന്തെങ്കിലും ഒന്ന് ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ജന്തുക്കളെയും എല്ലാ ജീവജാലങ്ങളെയും തിരിച്ചറിയാൻ ഒരു പ്രകൃതി ശാസ്ത്രം തന്നെയുണ്ട്. അത് തന്നെ പ്രകൃതി ശാസ്ത്രമാണ് ദൈവികമെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഈ ഫിംഗർ പ്രിൻറ്റ്. വളരെ വളരെ ഇൻഫോർമേറ്റീവായിട്ട ഒരു ഡിസ്കഷൻ ആയിരുന്നു ശ്രീ ആർ രാജേന്ദ്രനുമായിട്ട് നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊടും കുറ്റവാളികളെ പോലും കണ്ടെത്താൻ മാത്രമല്ല അവരെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാനും കൃത്യമായ തെളിവുകൾ വെച്ച് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും ക്രമസമാധാന പാലകർക്ക്, നീതിപാലകർക്ക് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവരെ സഹായിക്കുന്ന ഒരു വലിയ ശാസ്ത്രശാഖയാണ് ഈ ഫിംഗർ പ്രിൻ്റ്. അത് വളർന്നു വരികയാണ് ഇന്ത്യയിൽ. ഇപ്പം ഇനിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ മറ്റേ ഈ ടെക്നോളജിയുടെ ഒരു വളർച്ചയനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ കണ്ടെത്തി അവരെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന വലിയ കുറ്റമറ്റ ഒരു സമ്പ്രദായമായി ഫിംഗർ പ്രിൻ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൊതുസമൂഹം തിരിച്ചറിയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞ പോലെ ഈ വിരൽ അടയാളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുറ്റകൃത്യം നടന്ന ഒരു സ്ഥലത്ത് ആളുകളെ പ്രവേശിക്കാതിരിക്കുക, അവിടെ പ്രവേശിക്കുന്ന ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് കൂടി വന്നു കഴിഞ്ഞാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഫിംഗർ പ്രിൻ്റ് മാത്രമല്ല, കാലിലെ പാദരേഖകൾ പോലും ഒരു കുറ്റവാളിയെ കണ്ടെത്താൻ സഹായിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവുകൾ നശിപ്പിക്കുന്ന ഇത്തരം ചില കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അതും ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇൻഫോർമേറ്റീവായുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ശ്രീ ആർ രാജേന്ദ്രന് ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.